ഒരു യുദ്ധവും ഒന്നിനും പരിഹാരമല്ലെന്നും ഇനിയൊരു യുദ്ധം വേണ്ടെന്നും നമ്മൾ എത്രയോ തവണയാണ് മുദ്രാവാക്യം വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും ലോകത്താകെ സമാധാനത്തിനുള്ള ചർച്ചകൾ നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭ എന്തിനാണ് രൂപീകരിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം തീർച്ചയായും യുദ്ധത്തിനെതിരായിട്ടായിരുന്നു. യുദ്ധം ഉണ്ടാകരുത്, സമാധാനത്തിന് വേണ്ടിയായിരുന്നു. ഇൻ്റർനാഷണൽ പീസ് മൂവ്മെൻ്റ് ഉണ്ട്, വേൾഡ് പീസ് ഓർഗനൈസേഷൻ ഉണ്ട്, എത്രയെത്ര സംവിധാനങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ലോകം യുദ്ധത്തിൻ്റെ കെടുതി മനസ്സിലാക്കിയതാണ്. അതിനുശേഷം വളരെ കൃത്യമായി യുദ്ധത്തിന് എതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ ലോകത്തുണ്ടായി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വർണ്ണവെറിയന്മാരും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ഒക്കെ പേരിൽ ചെറിയ ചെറിയ രാജ്യങ്ങളെ പരസ്പരം കീഴടക്കി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധം അനവരതം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സയോണിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന സയോണിസ്റ്റിസം എന്നറിയപ്പെടുന്ന സയോണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിക്കൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർക്കൊരു രാജ്യം ആവശ്യമുണ്ട്. കാരണം അവർ ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാരെന്നൊക്കെ പറയുന്ന വിഭാഗം ഒരു കാലഘട്ടത്തിൽ ലോകത്ത് വളരെ ശക്തരായിരുന്നു. അതുകൊണ്ട് അവർക്ക് രാജ്യം ആവശ്യമുണ്ട്. എന്നാൽ പാലസ്തീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഇസ്രായേലും പാലസ്തീനും ഒക്കെ ഓട്ടോമാൻ രാജവംശക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. അതിൽ കൂടുതൽ മുസ്ലിം രാജാക്കന്മാരായിരുന്നു. അവിടെ ആ ഒരു പ്രദേശം 1917 ബ്രിട്ടീഷുകാരാണ് അതിനെ എടുത്തിട്ട് 47 ബ്രിട്ടീഷുകാരാണ് 17 മുതൽ 47 വരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ആ പ്രദേശം. 47 ബ്രിട്ടീഷുകാർ അതിനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അനുവദിച്ചു. പക്ഷേ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുള്ളത്, ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം, ഒരു പട്ടണം, അതിൻ്റെ വടക്കും പടിഞ്ഞാറ് കിഴക്കും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും ഇസ്ലാമിസ്റ്റുകളുടെ നബി തിരുമേനിയുടെ അന്ത്യയാത്ര നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മക്കയും മദീനയും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥലമെന്നും ഇസ്ലാമുകൾ വിശ്വസിക്കുന്ന സ്ഥലം, യഹൂദന്മാരുടെ ദേവാലയമുള്ള സ്ഥലം, യേശുവിൻ്റെ പിറവിയെടുത്ത സ്ഥലം, അങ്ങനെ എല്ലാ 3 മതക്കാർക്കും വളരെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട വൈകാരികമായൊരു സ്ഥലമാണ് ജെറുസലേം പട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ജെറുസലേം പ്രദേശം. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ വിഷയമാണ് ഉണ്ടായത്. അതിനിടയിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായി, അത് കഴിഞ്ഞ് ഹമാസ് ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി നടക്കുന്നു. ഇസ്രായേലുകാരുടെ അവകാശവാദം തീർച്ചയായിട്ടും അവർ ഒരു യഹൂദ രാജ്യം അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ട് പാലസ്തീൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പാലസ്തീൻ കൊടുത്താൽ ആ പ്രദേശത്ത് പിന്നെ ഇസ്രായേലിന് ഒരു രാജ്യം കൊണ്ടുപോകാൻ കഴിയില്ല. അത് തന്ത്രപ്രധാനമായൊരു സ്ഥലമാണ്. അവിടെ വഴി തീർച്ചയായിട്ടും ഇസ്രായേലിനെ പാലസ്തീൻകാർ അടിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനിടയിൽ ലോകത്ത് സംഭവിക്കുന്നത്, UAE-യിലും ബഹ്റൈനിലും ഖത്തറും പോലുള്ള പ്രദേശങ്ങളിലൊക്കെ, ബഹ്റൈനിലുമൊക്കെ സൈനിക താവളങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 5ാം കപ്പൽപ്പട എന്ന, ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു രാജ്യമാണ്, പക്ഷേ അവിടെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുണ്ട്. 43 രാജ്യങ്ങളുടെ കൺസോർഷ്യത്തിൻ്റെ ബഹ്റൈനിലും ചേർന്നിട്ടുണ്ട്. അങ്ങനെ സൗദി അറേബ്യ അടക്കമുള്ള ഈ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും സൈനിക ഇടങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇറാൻ ഇപ്പോൾ അവരെയും ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലും പരസ്പരം ഇസ്രായേലിൻ്റെ ടെൽ അവീവിൽ വലിയ ബോംബുകളും ഡ്രോണുകളും മിസൈലുകളുമാണ് വീണുകൊണ്ടിരിക്കുന്നത്. ടെൽ അവീവ് നഗരത്തിൽ, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ. അതുപോലെ തന്നെ ഖമൈനിയെ, അതായത് ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള ഖമൈനിയെ വധിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നു. UAE പോലുള്ള രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. പരസ്പരം കുട്ടികളെ കൊല്ലുന്നു, മുതിർന്നവരെ കൊല്ലുന്നു. വലിയ യുദ്ധമാണ് നടക്കുന്നത്. 1 കോടിയിൽ പരം വരുന്ന ഇന്ത്യക്കാർ ഈ വിദേശ രാജ്യങ്ങളിലുണ്ട്. UAE-യിൽ മാത്രമുണ്ട് 30 ലക്ഷം ഇന്ത്യക്കാർ. അവരെല്ലാം ഭീതിയിലാണ് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ വലിയ ജാഗ്രത ആവശ്യമുണ്ട്. യുദ്ധം അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പലതരത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പശ്ചിമേഷ്യയുടെ കാർമേഘത്തിന് മുകളിൽ ഇരുണ്ട് കൂടിയിരിക്കുകയാണ്. ടെൽ അവീവും, അല്ലെങ്കിൽ ഇസ്രായേലും നെതന്യാഹുവും അതുപോലെ തന്നെ ഇറാനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇത് പാലസ്തീൻ, ഹമാസ്, ഇസ്രായേൽ എന്ന ബന്ധം മാറി ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇറാനെ സഹായിക്കാൻ ചൈനയും ജപ്പാനുമുണ്ട്, റഷ്യയുമുണ്ട്, ഇപ്പുറത്ത് അമേരിക്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ മുന്നിൽ വഴിയുള്ളൂ.